കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൾ ഗുംബയാണ് ഈ കാണുന്നത്. ഇത് 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. സുൽത്താൻ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. ഗോൽക്കൊണ്ട, അഹമ്മദ് നഗർ, ബീജാപൂര് എന്നീ രാജ്യങ്ങൾ 17-ാം നൂറ്റാണ്ടിൽ വളരെ പ്രബലമായി നിലകൊണ്ടിരുന്ന കാലത്ത് 1627 1656 വരെ ബീജാപൂര് ഭരിച്ചിരുന്ന മുഹമ്മദ് ആദിൽ ഷായുടെ മക്ബര എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ചിരിക്കുന്ന ശവകുടീരമാണിത്. ഇതിന്റെ പണികളെല്ലാം തീരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നിര്യാതനായതുകൊണ്ട് ബാക്കി പണികൾ തീർന്നില്ലെന്നാണ് ഇന്നും വിശ്വസിക്കുന്നത്. എന്നാലും ഈ 360 വർഷമായിട്ടും അത് എത്ര ബലമായിട്ട് നിലകൊള്ളുന്നു. ഇതിന്റെ സൈഡിലുള്ള ഈ കാണുന്ന ഗാലറി വഴി മുകളിലേക്ക് കയറാവുന്നതാണ്. 7 നിലയുണ്ട് ഇതിന്. ഈ കാണുന്ന കല്ലുകൊത്ത് സ്റ്റെപ്പ് വഴി തന്നെ കയറി വേണം മുകളിലെത്താനായിട്ട്. ഇത്രയും വർഷം പഴക്കമായെങ്കിലും ഇതെത്ര കൃത്യതയിലുള്ള എഞ്ചിനീയറിംഗിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചെന്ന് കണ്ടെങ്കിൽ മാത്രമേ ബോധ്യമാകുകയുള്ളൂ. ഒരു വലിയ താഴികക്കുടമാണ് ഇതിന്റെ മുകളിലുള്ളത്. അത് കല്ലുകൊണ്ട് കെട്ടി മുകളിൽ ചെന്നതിന് ശേഷം പ്രത്യേകതരം കട്ട കൊണ്ട് ഇതിന്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിനു മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബീജാപൂരിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കാണാം. അടി പൊക്കമുള്ള ഒരു താഴികക്കുടമാണിത്. 136 അടി വ്യാസമുള്ളതുമാണെന്ന് പറയുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഇത്രയും വ്യാസത്തിലുള്ള ഇതിന്റെ ഗാലറി വഴി കയറി ചെന്നാൽ മുകളിൽ 100 കണക്കിന് ആൾക്കാർ ഏത് സമയവും ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വളരെയേറെ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ് ബീജാപൂർ. ഇത് നിർമ്മിക്കുന്ന കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ താഴികക്കുടമായിരുന്നു ഇതെന്ന് പറയപ്പെടുന്നു. ഈ 2014 കൂടിയിട്ട് യുനെസ്കോയുടെ അംഗീകാരം കിട്ടി പുരാവസ്തു കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ആദ്യത്തെ തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണിത്. വളരെ ദൂരെ ഇതിനെ സുരക്ഷിതമായിട്ടും ഇവരുടെ രാജഭരണത്തിന്റെ കേന്ദ്രമായിട്ടും വലിയ കോട്ടകൾ പണിതിട്ടുണ്ട്. അത് ഇതിന് മുകളിൽ നിന്നെങ്കിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. താഴെ നിന്ന് ആരെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിച്ചാൽ മുകളിൽ നിൽക്കുന്നവർക്കും അത് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയും. മുകളിൽ നിന്ന് ആരെങ്കിലും ശബ്ദമിട്ടാൽ അത് പ്രതിധ്വനിക്കുന്നത് കൊണ്ട് വലിയ ശബ്ദമായിട്ടത് രൂപാന്തരപ്പെടും. മറ്റൊന്ന്, ഇതിനകത്ത് ഇത്രയും പണികൾ ചെയ്തിട്ടുണ്ടെങ്കിലും വേനൽക്കാലത്ത് പോലും ഇതിനകത്ത്
ചൂട് അനുഭവപ്പെടില്ല. ഇത് തറനിരപ്പിലിരുന്ന് പിന്നെയും 15 അടിയിൽ കൂടുതൽ ആഴത്തിൽ അടിവശം നമ്മൾക്ക് കാണാം. ചുറ്റുവാരങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ അഴിമാതിരി തറയിലിട്ടിട്ടുണ്ട്. അത് വാസ്തവത്തിൽ കല്ലാണ്. ശ്രദ്ധിച്ചു കഴിയുമ്പോഴേ മനസ്സിലാകുള്ളൂ. ഓരോ കല്ല് കൊത്തിയിട്ട് അങ്ങനെ ഇരുമ്പഴി മാതിരി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ കൂടെ തണുത്ത കാറ്റ് മുകളിലോട്ട് കയറുന്നു. ഇത് മുസ്ലിങ്ങളുടെ സൂഫി സന്യാസിയായിരുന്ന ഹാഷിമിന്റെ മക്ബറയാണ്. അതിനോട് ചേർന്നാണ് ആദിൽ ഷായുടെയും നിർമ്മിച്ചിരിക്കുന്നത്. ആദിൽ ഷായുടെ ഭാര്യമാര്, മക്കള്, കൊച്ചുമക്കള് മുതലായവരുടെ ഒക്കെ ശവകുടീരം ഇതിനകത്ത് തന്നെ ഒരു സ്ക്വയറാ നിർമ്മിച്ചതിന് മുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് അതിനേക്കാൾ 100 വർഷം മുമ്പ് നിർമ്മിച്ച ഹാഷിമിന്റെ മക്ബറ. ഇതിന് മുകളിൽ നിന്നും 4 വഴിയായിട്ട് ഇറങ്ങാൻ സാധിക്കുമെങ്കിലും 2 വഴിയിലൂടെ, ഒരു വഴിയിലൂടെ കയറുന്നവരിടത്തൂടെ ഇറങ്ങുന്ന വഴി കൂടെ നമ്മൾക്ക് നിശ്ചയം കിട്ടില്ല. അതുമാതിരിയുള്ള നിർമ്മിതിയാണിത്. ഈ 196 അടി പൊക്കത്തിൽ ഇത് എങ്ങനെയാണ് ഇത്രയും വലിയ മക്ബറ കെട്ടിയത്? എവിടെയും ഇടയ്ക്കൊരു താങ്ങോ എന്തെങ്കിലും കൊടുത്തിരുന്നതായിട്ട് ഒരു ലക്ഷണവും കാണാനില്ല. ഇപ്പോഴും ഇത്ര ബലവത്തായിട്ട് അത് നിൽക്കുന്നു. ഈ താഴികക്കുടത്തിന് ഈ 136 അടി വ്യാസമുള്ളത് കൊണ്ട് ഇതിന്റെ മേൽക്കൂര എങ്ങനെയാണ് നിൽക്കുന്നത്, അതിന്റെ എഞ്ചിനീയറിംഗ് അത്ര വിചിത്രമാണ്. അകത്ത് കയറിയാൽ ഈ കാണുന്നത് മാതിരിയാണിത് കാണുന്നത്. ആ താഴികക്കുടത്തിന്റെ അടിവശത്ത് നമ്മൾക്ക് ഇങ്ങനെ ചുറ്റി നടക്കാം. ഇരിക്കാൻ സ്ഥലമുണ്ട്. 100 കണക്കിന് ആൾക്കാർ എപ്പോഴും ഇതിനകത്തുണ്ട്. ഇതിനകത്തെ ആ ഭരണക്രമം അനുസരിച്ചുള്ള ആൾക്കാർക്ക് കയറിയിരിക്കാനുള്ള സംവിധാനമുണ്ട്. അതെല്ലാം ഇപ്പൊ അടച്ചിരിക്കുകയാണ്. ഒരു സ്ഥലത്തിരുന്ന് ഒരാൾ സംസാരിച്ചാൽ ഇത്രയും ദൂരം ഉണ്ടെങ്കിലും വ്യക്തമായിട്ടും മറു സൈഡിലുള്ളവർക്ക് കേൾക്കാവുന്നുള്ളതാണ് പ്രത്യേകത. ബീജാപ്പൂരിൽ ഇതുമാതിരി മറ്റ് നിർമ്മിതികളുമുണ്ട്. 8000 പേർക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ള ജുമാ മസ്ജിദ് ഇതിനോടടുത്ത് തന്നെയാണ്. ബീജാപ്പൂരിൽ പോകുന്നവർക്ക് ഇത് കാണുന്നതിന് പ്രത്യേകിച്ച് വലിയ പാസുകളൊന്നുമില്ല. 25 രൂപ 30 രൂപയുടെ പാസ് എടുത്താൽ മതി. അങ്ങ് ദൂരെയായിട്ടാ കാണുന്നത് കൃഷ്ണ നദിയാണ്. എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധയോടെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.